പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് ഇദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ട്. ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങുന്നതിന് മുൻപ് ഇന്ത്യക്കെതിരെ ആണവായുധ ഭീഷണി മുഴക്കിയ ആദ്യത്തെ വിദ്വാനാണ് ഖ്വാജ ആസിഫ്. അതിനുശേഷം നമ്മുടെ സിന്ധു നദീജല കരാർ അത് റദ്ദാക്കിയ സമയത്തും ഈ ഖ്വാജ ആസിഫ് വന്നിരുന്നു. ഇന്ത്യ വെള്ളം തന്നില്ലെങ്കിൽ ഇന്ത്യക്കെതിരെ ആണവ ബോംബ് ഉപയോഗിക്കും, ആറ്റം ബോംബ് ഉപയോഗിക്കും, ഞങ്ങൾ കടുത്ത നിലപാടുകളിലേക്ക് പോകും എന്ന് വീരവാദം പറഞ്ഞ ആളാണ് ഖ്വാജ ആസിഫ്. ഈ ഖ്വാജ ആസിഫ് തന്നെയാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിൽ ബ്രഹ്മോസ് മിസൈലുകളടക്കം ഉപയോഗിച്ച് പാകിസ്ഥാനെ തച്ച് തകർത്തു എന്നുള്ള ഏറ്റുപറച്ചിൽ നടത്തിയ ആളും കൂടിയാണ് ഖ്വാജ ആസിഫ്. ഇപ്പോൾ ഈ ഖ്വാജ ആസിഫിനെ ഞാൻ എന്തുകൊണ്ട് പറയുന്നു എന്നുള്ളത്, അദ്ദേഹം പറഞ്ഞത് ഈ ഏറ്റവും വലിയ ദുഃഖത്തിനിടയിലും ഏറ്റവും വലിയ പ്രതിസന്ധികൾക്കിടയിലും നർമ്മം അല്ലെങ്കിൽ എന്താ പറയുക, ഈ ബുദ്ധിമോശം പറയുക, അത് ബാക്കിയുള്ളവർക്ക് നർമ്മമായിട്ട് തോന്നും, എന്നാലും ബുദ്ധിമോശം പറയുക എന്നുള്ള ഒരു നിലപാടെടുത്ത ഒരാളാണ് ഈ ഖ്വാജ ആസിഫ്. പാകിസ്ഥാൻ അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തത്തെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള വെള്ളപ്പൊക്കം അവർ അനുഭവിക്കുന്നു. നമ്മൾ അറിയുന്നത് പോലെ ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഏറ്റവും വലിയ ഇരകളിൽ ഒന്നാണ് നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാൻ. ഇത് സമീപകാലത്തെ ഏറ്റവും വലിയ വെള്ളപ്പൊക്കമാണ് പാകിസ്ഥാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും പഞ്ചാബ് പ്രവിശ്യ എന്ന് പറയുന്നത് അവിടെ വലിയ രീതിയിൽ പാകിസ്ഥാൻ്റെ കാർഷിക വിഭവങ്ങൾ ഉള്ള ഒരു മേഖലയാണ്. അവിടെ വലിയ ഒരു വെള്ളപ്പൊക്കം അനുഭവിക്കുന്നു. പറയുകയാണെങ്കിൽ ചെനാബ് നദി കരകവിഞ്ഞൊഴുകുന്നു. രവി നദിയുടെ വെള്ളത്തിൻ്റെ അളവും അപകടകരമായ അവസ്ഥയിലാണ്. സത്ലജ് നദിയും വെള്ളം നിറഞ്ഞ അവസ്ഥയിലാണ്. അപ്പോൾ ഈ നദികളൊക്കെ കരകവിഞ്ഞൊഴുകുന്നത് കൊണ്ട് അവിടെ ഈ താഴ്ന്ന പ്രദേശങ്ങൾ ഏകദേശം എല്ലാം തന്നെ വലിയ വെള്ളക്കെട്ടായി മാറിയിട്ടുണ്ട്. ജനജീവിതം വലിയ രീതിയിൽ ദുസ്സഹമായിട്ടുണ്ട്. കഴിഞ്ഞ ജൂൺ 26-നാണ് നമ്മുടെ പാകിസ്ഥാനിൽ വലിയ രീതിയിൽ മഴക്കെടുതികൾ ആരംഭിച്ചത്. ഈ ഓഗസ്റ്റ് 31 വരെയുള്ള കാലയളവിൽ മാത്രം 854 പേരാണ് പാകിസ്ഥാനിൽ പ്രളയക്കെടുതികളിൽ മരിച്ചത്. ഏതാണ്ട് 1100ഓളം പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അവിടെ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഏതാണ്ട് 3 ലക്ഷം പേരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് അവിടെ സേന ഇറങ്ങി മാറ്റിയിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ വലിയ ഒരു പ്രളയക്കെടുതി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ. ഈ സമയത്ത് നമ്മുടെ ഖ്വാജ ആസിഫ് പാകിസ്ഥാനിലെ ദുനിയ ന്യൂസ് എന്ന് പറയുന്ന ഒരു മാധ്യമ സ്ഥാപനത്തിന് ഒരു ബൈറ്റ് കൊടുത്തു, ഒരു അഭിമുഖം കൊടുത്തു. അപ്പോൾ അതിൽ അദ്ദേഹം ഈ പ്രളയക്കെടുതി അത് പരിഹരിക്കാനായിട്ട് പാകിസ്ഥാൻ്റെ മുമ്പിലുള്ള മാർഗങ്ങളെക്കുറിച്ചാണ് ഈ സ്വാഭാവികമായിട്ട് ചോദ്യം വന്നത്. അപ്പോൾ അതിന് കൊടുത്ത മറുപടിയാണ് ഒരേ സമയം ചിരിയും ചിന്തയും ഉണ്ടാക്കുന്ന സാധ്യത. അതായത് പണ്ട് ഏതോ ഒരു വിദ്വാൻ ഈ ടൈറ്റാനിക് കപ്പൽ മുങ്ങാൻ പോയ സമയത്ത് വേണമെങ്കിൽ ഞാനതിലുണ്ടായിരുന്നെങ്കിൽ അതിനെ രക്ഷപ്പെടുത്തിയേനെ എന്ന് പറയും. അതിൻ്റെ കാരണം പറയുന്നത്, ഏതായാലും ടൈറ്റാനിക് മുങ്ങുകയാണല്ലോ, അപ്പോൾ അതിൽ കുറേ കൂടി തുളകൾ അങ്ങോട്ട് ഇടുക, അപ്പോൾ ആ കയറിയ വെള്ളം ആ തുളകളിൽ കൂടി പുറത്തേക്ക് പോകുമല്ലോ, അപ്പോൾ ടൈറ്റാനിക് കപ്പൽ രക്ഷിച്ചെടുക്കാം എന്ന് പറഞ്ഞ ആ ഒരു വിദ്വാൻ്റെ അതേ ബുദ്ധി തന്നെയാണ് നമ്മുടെ ഖ്വാജ ആസിഫ് ഇവിടെ പറയുന്നത്. അദ്ദേഹം പറയുന്നത്, ഈ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം ഇപ്പോൾ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണല്ലോ, അവരെല്ലാവരും തന്നെ ഈ പ്രളയം ഒരു അനുഗ്രഹമായിട്ട് കാണണം. കാരണം അത് അദ്ദേഹം അങ്ങനെ പറയുന്നതിന് കാരണമുണ്ട്. കാരണം ഇന്ത്യ സിന്ധു നദീജല കരാർ റദ്ദാക്കിയതോടുകൂടി പാകിസ്ഥാൻ കഴിഞ്ഞ കുറച്ച് നാളുകളിലായി കടുത്ത വരൾച്ചയെ അഭിമുഖീകരിച്ച ഒരു നാടാണ്. കുടിവെള്ളത്തിനടക്കം വലിയ ക്ഷാമം നേരിട്ട ഒരു നാടാണ്. അവിടെ കൃഷി രംഗം വലിയ രീതിയിൽ താറുമാറായി. വലിയ രീതിയിൽ ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങിയിരുന്നു സർക്കാരിനെതിരെ. ഈ കുടിവെള്ള പ്രതിസന്ധി പരിഹരിക്കാനായിട്ട് ഉടൻ നടപടി വേണം. അതുമാത്രമല്ല, ഈ പഞ്ചാബ് പ്രവിശ്യയിലോട്ട് കൂടുതൽ വെള്ളം എത്തിക്കാനായിട്ട് അവിടെ സൈന്യം ഇറങ്ങി കനാൽ നിർമ്മാണമൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ മറ്റു മേഖലകളിലെ വെള്ളം പഞ്ചാബിലേക്ക് എത്തിക്കാൻ കൊണ്ടുവരുന്നതിൽ സിന്ധ് മേഖലയിലൊക്കെ വലിയ പ്രതിഷേധവും കലാപവും ഒക്കെ അരങ്ങേറുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഉർവശി ശാപം ഉപകാരം എന്ന് പറഞ്ഞതുപോലെ വലിയ രീതിയിലുള്ള മഴ പാകിസ്ഥാന് കിട്ടിയത്. പക്ഷേ അവർ അത്യാവശ്യം നല്ല മഴയാണ് പ്രതീക്ഷിച്ചതെങ്കിൽ ആ മഴ ഇപ്പോൾ പ്രളയത്തിലേക്ക് മാറി കാര്യങ്ങൾ കൈവിട്ടുപോയി എന്നുള്ള സ്ഥിതിയിലേക്ക് എത്തി. ഇപ്പോൾ ഖ്വാജ ആസിഫ് ഇപ്പോൾ പറയുകയാണ്, ആ പെയ്ത പ്രളയം അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രളയം നമ്മളതൊരു അനുഗ്രഹമായിട്ട് കാണണം. ആ വെള്ളം വെറുതെ ഭൂമിയിൽ ഇറങ്ങി പോകുന്നതിന് പകരം കിട്ടാവുന്ന പാത്രങ്ങളിലോ ബക്കറ്റുകളിലോ ഒക്കെ ആ വെള്ളം കോരി സൂക്ഷിക്കണം എന്നുള്ളതാണ്
അദ്ദേഹത്തിൻ്റെ നിലപാട്. അങ്ങനെ ഒരു പക്ഷേ അങ്ങനെ നമ്മുടെ ഇപ്പോഴുള്ള പ്രളയത്തിൻ്റെ പ്രതിസന്ധി പോലും പരിഹരിക്കാൻ പറ്റും എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഈ വെള്ളം കെട്ടി നിന്നാലാണല്ലോ വെള്ളക്കെട്ട്, അത് വല്ല പാത്രത്തിലോ മറ്റോ കോരി വെച്ചാൽ അത്രയും വെള്ളക്കെട്ട് ലാഭിക്കാമല്ലോ, അത്രയും വെള്ളം നമുക്ക് സൂക്ഷിച്ചു വെക്കാമല്ലോ. അത് പുറത്തോട്ട് ഒഴുകി നടന്നാലാണല്ലോ വെള്ളക്കെട്ട് ഉണ്ടാകുക, അവിടെ ആളുകൾ വീണ് അപകടം ഉണ്ടാകുക, അതേപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ജനങ്ങൾ പ്രളയജലം കോരിയെടുത്ത് കിട്ടാവുന്ന പാത്രങ്ങളിലോ മറ്റോ സൂക്ഷിക്കണം. അതുമാത്രമല്ല, എത്രയും പെട്ടെന്ന് രാജ്യം ചെറുകിട അണക്കെട്ട് പദ്ധതികളൊക്കെ ഉടനെ തുടങ്ങണം. ഒരു 10-15 വർഷത്തിനുള്ളിൽ നടപ്പിലാക്കുന്ന ബൃഹത് പദ്ധതികൾക്ക് വേണ്ടി ആലോചിച്ചിരുന്നാൽ കാര്യം നടക്കില്ല. എത്രയും പെട്ടെന്ന് ചെറുകിട അണക്കെട്ടുകൾ എല്ലാം നിർമ്മിച്ച് ഈ ഉള്ള വെള്ളത്തെ സൂക്ഷിക്കണം എന്നുള്ളതാണ് ഖ്വാജ ആസിഫ് പറയുന്നത്. അപ്പോൾ അതിന് കാരണമുണ്ട്. സിന്ധു നദീജല കരാർ റദ്ദാക്കിയതോടുകൂടി പാകിസ്ഥാന് യഥേഷ്ടം വെള്ളം കിട്ടാത്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കിട്ടുന്ന വെള്ളം പരമാവധി സംരക്ഷിച്ച് വെക്കുക എന്നുള്ള ഒരു നിലപാടിലേക്കാണ് പാകിസ്ഥാൻ എത്തിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഏതായാലും പാകിസ്ഥാൻ ഇപ്പോൾ നേരിടുന്നത് സമാനതകളില്ലാത്തൊരു പ്രതിസന്ധിയാണ്. ഏതാണ്ട് 24 ലക്ഷം പേർ അവിടെ ഈ പ്രളയക്കെടുതികളിൽ പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കണക്കുകൾ പറയുന്നത്. അപ്പോൾ ഏതാണ്ട് 1000-നടുത്ത് ആളുകളുടെ മരണം ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. അപ്പോൾ നേരത്തെ ഇന്ത്യ പാകിസ്ഥാനുമായിട്ടുള്ള നയതന്ത്ര ബന്ധങ്ങളെല്ലാം വിച്ഛേദിക്കപ്പെട്ട സാഹചര്യത്തിൽ പോലും തവി നദിയിലെ അപകട സാധ്യതയെക്കുറിച്ച് ഇന്ത്യ പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അപ്പോൾ തവി മാത്രമല്ല, ഇപ്പോൾ രവി, സത്ലജ്, ചെനാബ് നദികളും പാകിസ്ഥാനിൽ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളൊരു സാഹചര്യമാണ് വരുന്നത്. ഒരു രാജ്യം, അവിടുത്തെ ജനങ്ങൾ കഷ്ടത അനുഭവിക്കുന്ന സാഹചര്യത്തിൽ അതോർത്ത് സന്തോഷിക്കാൻ തൽക്കാലം ഇന്ത്യക്ക് മനസ്സില്ല. അതുകൊണ്ടാണ് ഈ തവി നദിയുടെ കാര്യത്തിൽ ഇന്ത്യ പാകിസ്ഥാനെ ഇതുവരെയുള്ള വൈരാഗ്യമെല്ലാം മറന്നുകൊണ്ട് നയതന്ത്ര തലത്തിൽ അവിടുത്തെ ഹൈക്കമ്മീഷണർ വഴി നമ്മൾ പാകിസ്ഥാന് വേണ്ട മുന്നറിയിപ്പ് കൊടുത്തത്. ഇങ്ങനെ തവി നദി അവിടുത്തെ ജലനിരപ്പ് വലിയ രീതിയിൽ ഉയരുന്നു എന്നുള്ള തലത്തിൽ. പക്ഷേ ഈ സിന്ധു നദീജല കരാർ അത് പാകിസ്ഥാനുമായിട്ടുള്ള ഒരു വലിയ ഉടമ്പടിയാണ്. അത് ഇനി പുനഃസ്ഥാപിക്കില്ല എന്നുള്ള ഇന്ത്യയുടെ പ്രഖ്യാപിത നിലപാടിൽ ഇന്ത്യ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ പാകിസ്ഥാൻ വലിയ രീതിയിലുള്ള സമ്മർദ്ദം ഇക്കാര്യത്തിൽ ഇന്ത്യക്ക് മേൽ ചുമത്തുന്നുണ്ട്. കിട്ടാവുന്ന വേദികളിലെല്ലാം തന്നെ മൈക്ക് വെച്ച് പ്രസംഗിക്കുന്നുണ്ട് പാകിസ്ഥാൻ. ഇന്ത്യ കാണിക്കുന്നത് അത് ശരിയല്ല, മനുഷ്യത്വരഹിതമാണ്, വെള്ളത്തെ ഒരു യുദ്ധായുധമായിട്ട് ഇന്ത്യ ഉപയോഗിക്കുന്നു, അത് അനുവദിക്കാനാകില്ല എന്നുള്ള നിലപാട് പാകിസ്ഥാൻ പല വേദികളിലും പറയുന്നുണ്ട്. പക്ഷേ ഇന്ത്യ ഇക്കാര്യത്തിൽ സുവ്യക്തമായ നിലപാട് എടുത്തിട്ടുണ്ട്. കാരണം പാകിസ്ഥാൻ ഈ കരാറിൻ്റെ അന്തസത്തയെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള നിലപാടുകളാണ് എടുത്തിട്ടുള്ളത്. ഈ കരാറിൻ്റെ അന്തസത്ത പരസ്പര സഹകരണവും സൗഹൃദത്തെയും അടിസ്ഥാനമാക്കിയാണ്. പക്ഷേ ഇന്ത്യക്കെതിരെ എപ്പോഴും ശത്രുതാപരമായ നിലപാടെടുക്കുന്ന രാഷ്ട്രമാണ് പാകിസ്ഥാൻ. ഇന്ത്യക്കെതിരെ അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നാടാണ് പാകിസ്ഥാൻ. ഇന്ത്യക്കെതിരെ നിഴൽ യുദ്ധം നടത്തുന്ന രാഷ്ട്രമാണ് പാകിസ്ഥാൻ. ഇന്ത്യയിൽ ഭീകരവാദ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന രാഷ്ട്രമാണ് പാകിസ്ഥാൻ. അതുകൊണ്ട് ആ സൗഹൃദ മനോഭാവം പാകിസ്ഥാനില്ല. അതുകൊണ്ട് ഒരു ശത്രു രാജ്യത്തേക്ക് ഞങ്ങളുടെ സമ്പത്തായ വെള്ളം അങ്ങ് ഒഴുകിത്തരാൻ സൗകര്യമില്ല എന്ന നിലപാടാണ് ഇന്ത്യ എടുത്തിരിക്കുന്നത്. ഇന്ത്യ ആ സിന്ധു നദീതലത്തിലെ വെള്ളം രാജസ്ഥാനിലേക്കടക്കം വഴിതിരിച്ച് വിടാനായിട്ടുള്ള ബൃഹത് പദ്ധതികൾ ഇന്ത്യ ആസൂത്രണം ചെയ്യുന്നുമുണ്ട്. പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ച് ഇപ്പോൾ അവിടെ വലിയ പ്രളയം അനുഭവിക്കുന്നു. പക്ഷേ ഈ പറയുന്ന ഖ്വാജ ആസിഫിനെ പോലെയുള്ള ഭരണകർത്താക്കൾ ഈ കാണപ്പെടുന്ന പ്രതിസന്ധികൾക്കിടയിലും ഈ കാണുന്ന ദുരിതങ്ങൾക്കിടയിലും ഇത്തരത്തിൽ ഉള്ള പ്രസ്താവനകളൊക്കെ ഇറക്കി അപഹാസ്യനാവുകയാണ് ഈ സമയത്ത്.